യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 108 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുന്നത് അന്യഭാഷയുടെ പ്രാധാന്യം, അതിൻ്റെ തുടർച്ചയായിട്ട് നാം ചിന്തിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20ലധികം തെളിവുകൾ പുതിയ നിയമത്തിൽ നിന്നും ഹാജരാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 14 അധ്യായം 39 വാക്യം, അന്യഭാഷ സംസാരിക്കുന്നവരെ വിലക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. അന്യഭാഷ പറയുന്നവരോട് സ്റ്റോപ്പ് ചെയ്യുവാൻ നമ്മളെ ആ കാര്യത്തിൽ മുതിരരുത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധികാരമില്ല അന്യഭാഷ നിർത്താൻ. കാരണം ദൈവത്തോടെ ആൾ സംസാരിക്കുകയാണ്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ഈ ആത്മാവിനറിയാം ഇദ്ദേഹം ഏതെല്ലാം പ്രതിസന്ധ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, ഏത് പ്രയാസ വേളയിലൂടെ കടന്നു പോകുന്നു. ഇതൊരു പക്ഷേ മനുഷ്യരോടോ ആരോടും പറയാൻ വയ്യാത്ത പല കാര്യങ്ങളുണ്ടെന്ന് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാവുന്നത് കൊണ്ട് അനവധി മർമ്മങ്ങളാണ് സംസാരിക്കുന്ന കാര്യം ദൈവമക്കൾ അല്ലെങ്കിൽ ഇതിന് കേൾവിക്കാരെ ഓർത്തുകൊള്ളണം. ഇതിൽ അന്യഭാഷയ്ക്ക് അത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കണം. 1 കൊരിന്ത്യർ 14:5, വിശ്വാസികൾ എല്ലാവരും അന്യഭാഷ പറയണമെന്നാണ്. അന്യഭാഷ സംസാരിക്കണം എന്നുള്ള പ്രസ്താവന ഏറ്റവും അഭികാമ്യം എന്ന് തെളിയുന്നു. ഒരു കണക്കിന് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരനുഭവമാണ് അന്യഭാഷ. വിശ്വാസികൾക്ക് മാറ്റിവെക്കുവാനുള്ളതായ ഒരവസരം നമ്മുടെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും ഈ പരിശുദ്ധാത്മാവുടെ ബന്ധത്തിൽ മുന്നോട്ട് പോകണം. ഈ വിഷയത്തിൽ ആരില്ലെന്ന് നമ്മളെ അപമാനിച്ചെന്ന് പറഞ്ഞാലും ഇത് നമ്മുടെ അനുഭവമാണ് എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളുക. 1 കൊരിന്ത്യർ 14:20-18 പൗലോസ് പറയുന്നത്, നിങ്ങൾ എല്ലാവരിലും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് ഒരു വലിയൊരു മനുഷ്യനായിരുന്നു, ഒരു പണ്ഡിതനായ മനുഷ്യനായിരുന്നു, സാമ്പത്തികമായിട്ട് ഉന്നത തലത്തിലായിരുന്നു, സന്നദ്ധ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. തൻ്റെ പൗരത്വം എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങിയ പൗരത്വമല്ല, തനിക്ക് ജന്മനാ ലഭിച്ച റോമൻ പൗരത്വമുള്ള വ്യക്തിയാണ്. എല്ലാവർക്കും അത് ലഭിക്കുന്നതല്ല. ഈ വലിയ മനുഷ്യൻ പറയുന്നത് കേൾക്കുമോ, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉറക്കമോ ലേഖനങ്ങൾ എഴുതുന്നതോ ബാക്കി അത്യാവശ്യമായ കാര്യങ്ങൾ കഴിച്ച് പൗലോസ് അപ്പോസ്തലൻ എല്ലായ്പ്പോഴും അന്യഭാഷയിൽ തൻ്റെ ശുശ്രൂഷ
വേളയിലും ഈ അന്യഭാഷയിൽ സംസാരിച്ചതിൻ്റെ കാര്യമാണ് താൻ പറയുന്നത്. നിങ്ങളെല്ലാവരെക്കാട്ടിലും പൗലോസ് ഇത്രയും വലിയ മനുഷ്യന് അന്യഭാഷ പറയുന്നതിൽ സന്തോഷമാണ്. നാണക്കേടില്ലെങ്കിൽ നമുക്കെന്തുകൊണ്ട് അനുഭവം പ്രാപിച്ചുകൂടാ? അനുഭവം പ്രാപിക്കണം. അനുഭവം പ്രാപിക്കുകയല്ല, നമുക്കെപ്പോഴും പറയുവാനായിട്ടും ദൈവത്തോട് സംസാരിക്കുവാനും നല്ലൊരവസരമാകുന്നു എന്ന് ഈ പൗലോസിന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ തെളിയിക്കുന്ന പരമസത്യമാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു അന്യഭാഷ പറഞ്ഞോ? ആ ചോദ്യം നല്ലൊരു ചോദ്യമല്ല. യേശുക്രിസ്തു ആരാ? അവൻ മഹാദൈവവും നിത്യപിതാവും. ആ ദൈവം നൽകുന്ന വരദാനമാണ് ഈ അന്യഭാഷ. അതുകൊണ്ട് യേശു പറഞ്ഞു എന്നും പറഞ്ഞ് അന്വേഷിച്ച് നമ്മള് ഈ ആത്മാവിന്റെ വിഷയത്തില് പ്രാപിക്കാതെ പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പലയിടങ്ങളിലെ എൻ്റെ ഒരു ഭാഷയാണ് അപ്പോസ്തലപ്രവൃത്തി 1:15 എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 120 പേര് കൂടിയ സംഘം. പരിശുദ്ധാത്മാവ് അതുവരെ വന്നിട്ടില്ലായിരുന്നു. അവരെന്ന് പറഞ്ഞ സംഘം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സംഘക്കാരെ ഈ പരിശുദ്ധാത്മാവിനെ സത്യത്തിൽ തള്ളി പറഞ്ഞവരാണ്. നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മൾ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്താൽ ക്ഷമ ഇല്ല. അന്യഭാഷ ഇല്ലെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ അത് ദൈവം തമ്പുരാൻ പൊറുക്കയില്ല എന്നുള്ള കാര്യം കൂടെ ഇങ്ങനെയുള്ള ആളുകളും എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർക്ക് പൗലോസിനെ പറ്റി ഒരു വാക്ക് പ്രസംഗിക്കുവാൻ അനുവാദമില്ല. പത്രോസിനെ പറ്റി പറയുവാൻ അനുവാദമില്ല. ഇവർ ഇരുവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നവരാണ്. ഇവരെ പറ്റി പ്രസംഗിക്കാൻ പറ്റുകയില്ല. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ പുതിയ നിയമത്തിലെ ഇവരെ കൂടാതെ ഒരു പ്രസംഗം പൂർത്തീകരിക്കത്തില്ല. പൗലോസിനെ പറ്റിയോ പത്രോസിനെ പറ്റിയോ മറ്റുള്ള ശിഷ്യന്മാരെ പറ്റിയോ മാറ്റി നിർത്തിയിട്ടൊരു പ്രസംഗം പുതിയ നിയമത്തിലില്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനയിൽ നല്ല സമയമെടുക്കണം, മാന്യമായ സമയമെടുക്കണം. അന്യഭാഷയ്ക്ക് വേണ്ടി, പറയുന്നതിന് വേണ്ടി, ആരാധിക്കുന്നതിന് വേണ്ടി സഭാശുശ്രൂഷകന്മാരായിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ആരാധനയിൽ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയ്ക്ക് അവസരം കൊടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കൃപയാൽ തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഞാനെന്നും പറയുന്ന പ്രാർത്ഥനാ വിഷയമാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്നതാണ്. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യ പലയിടത്തും ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനായി ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.